ഞാൻ നിങ്ങളുടെ ടെക്നീഷ്യനാണ്. ഞാൻ സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ എന്താ പറയാൻ വന്നത് വെച്ചാല് നമ്മള് സർവീസ് സെന്ററിൽ വരുമ്പോ സർവീസ് കോസ്റ്റ് കൂടി എന്ന കംപ്ലൈന്റ് പലരും പറയാൻ കേട്ടിട്ടുണ്ട്. അത് സർവീസ് കോസ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു പരിപാടി ഉണ്ട്. നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ സർവീസിന് വരിക. ഒന്ന് കംപ്ലൈന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇതിന് വരും സർവീസ് ചെയ്യാൻ വരും. നോർമൽ സർവീസിന് വരും. നോർമൽ സർവീസിന് വരുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഓണേഴ്സ് മാനുവൽ എടുക്കുക. സർവീസിന് ഏതാ പോകണമെന്ന് വെച്ചാൽ അതിന്റെ ഓണേഴ്സ് മാനുവൽ എടുക്കുക. ഓണേഴ്സ് മാനുവൽ എടുത്തിട്ട് ഓണേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞത് എല്ലാ വണ്ടിയിലും ഉണ്ടാവും സാധാരണ. ഓണേഴ്സ് മാനുവൽ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ നോർമൽ എല്ലാ വണ്ടിയിലും ബാക്ക് ലാസ്റ്റത്തെ പേജിലേക്ക് ഞാൻ വരിക. പേജിൽ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞൊരു ഷീറ്റ് ഉണ്ടാവും. അതില് 1000 സർവീസ്, ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഓരോ കിലോമീറ്റർ കാണിച്ചിട്ട് ആ കിലോമീറ്ററിൽ ഇന്ന പാർട്സ് മാറണമെന്ന് ലൈനായിട്ട് ഇങ്ങനെ കോളത്തിന്റെ ഉള്ളിൽ എഴുതി പോയിട്ടുണ്ടാവും. ഐ എന്ന് പറഞ്ഞ സാധനം ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ളതാണ്. 6 എന്ന് പറഞ്ഞ സാധനം റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. അത് കൺഫേം ചെയ്തിട്ട് വരിക. കൺഫേം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ സർവീസിന് ഇന്ന പാർട്സ് അതിൽ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അവിടുത്തെ അഡ്വൈസർ അല്ലെങ്കിൽ വണ്ടി റിസീവ് ചെയ്യുന്ന ആളോ നമ്മളോട് പറയും ഇന്ന സാധനങ്ങൾ മാറാനുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ അവർ പറഞ്ഞനുസരിച്ച് നമുക്കത് ചെയ്യാം. പിന്നത്തെ കാര്യം നമ്മൾ വരുന്നത് വാഷിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇന്റീരിയൽ ഭംഗിയായിട്ടിരിക്കുന്ന ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ചോദിച്ചതിന് ശേഷം ചെയ്യും. എന്നിട്ട് അപ്രൂവൽ കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ സർവീസ് കോസ്റ്റ് സിമ്പിൾ ആയിട്ട് തീരും. നമുക്ക് ഒരു അറിവുണ്ടാവും ചെയ്യും നമ്മളാരും ചീറ്റ് ചെയ്തിട്ടില്ല. ചീറ്റ് ചെയ്യണ പരിപാടി സാധാരണ ഡീലർഷിപ്പിൽ ഉണ്ടാവില്ല. സം ടൈം ഉണ്ടാവുന്ന ഞാൻ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊന്നും ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോ ഈ സർവീസ് ചെയ്യണ സംഭവങ്ങൾ അറിയാണ്ട് വന്നിട്ടാണ് ഈ നമ്മൾ ചീറ്റ് ചെയ്യാന്നുള്ളൊരു തോന്നല നമുക്ക് വരുന്നത്. അപ്പൊ ഇത് കൺഫേം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചീറ്റിങ്ങിന്റെ പരിപാടിയില്ല. നമുക്കറിയാൻ പറ്റും നമ്മുടെ എന്തൊക്കെ പാർട്സ് ആണ് മാറേണ്ടത്, എന്തൊക്കെ പാർട്സ് കാണേണ്ടതെന്ന്, അതിലുണ്ടാവേണ്ടതെന്ന്. അപ്പൊ നമുക്ക് എസ്റ്റിമേഷൻ കിട്ടുമല്ലോ. എസ്റ്റിമേഷനിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ ഇന്ന പാർട്സ് നമ്മുടെ ഇത്ര സർവീസിന് മാറേണ്ട അത്യാവശ്യമുള്ളൂ. പിന്നെ എന്ത് കാര്യം, നമുക്കറിയാം നമുക്ക് ഇതിന്റെ പാർട്സ് മാറേണ്ട ആവശ്യമുള്ളൂ. അഡീഷണൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ചേട്ടാ ഈ സാധനം വേണ്ട ചേട്ടാ, ഇത്രയേ ഉള്ളൂ ഈ സർവീസിന്റെ കേസ് നമുക്ക് ഓൾറെഡി ബോധമുണ്ടാവും. ഓൾറെഡി നമുക്ക് ഇതിന് അറിവുണ്ടാവും. അപ്പൊ നമ്മൾ ആര് ചീറ്റ് ചെയ്യണം? നോളജ് ഉള്ളവർ ആരെ ചീറ്റ് ചെയ്യും? ഒരാളും ചീറ്റ് ചെയ്യും. ഇത്രയാണ് സംഭവം. അതിനുശേഷമാണ് ഇന്റീരിയലും പരിപാടിയും കാര്യങ്ങളൊക്കെ വരിക. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും. പെയിന്റ് പ്രൊട്ടക്ഷൻ ചെയ്യണം, പെയിന്റ് പ്രൊട്ടക്ഷൻ ഇന്റീരിയൽ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കണം. വാഷിംഗ് കാര്യങ്ങൾ എന്തായാലും നടത്തണം. ഇത്ര കാര്യങ്ങൾ നോക്കി നിന്നാൽ തന്നെ സർവീസ് കോസ്റ്റ് കുറയും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടീനെ നല്ല രീതിയിൽ സ്നേഹിക്കാനും പറ്റും. അപ്പൊ ഞാൻ ഇനി പറയുന്ന ഐഡിയാസും കാര്യങ്ങളൊക്കെ നോളജൊക്കെ നിങ്ങളുടെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾ തന്നെ കൂട്ടത്തിൽ കൂട്ടണം. ഇത് കൂട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ബട്ടൺ ഒന്ന് അത് അമർത്തി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ നോളജും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുകയും ചെയ്യാം. അപ്പം ശരി, നല്ല ദിവസം ഉണ്ടാവട്ടെ. ബൈ.